ഹലോ എല്ലാവർക്കും എന്നോട് വിശേഷം സുഖമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ അടിക്കുക. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിലത്തെ പേജ് കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ നമ്മുടെ ഓണം അങ്ങനെ ആഗതമായി എന്ന്. അപ്പം മലയാളി അസോസിയേഷൻ ഓഫ് പോർട്സ്മൗത്ത് നമ്മൾ ഓണം സെലിബ്രേറ്റ് ചെയ്തത് അത്ത ദിനത്തിൻ്റെ അന്നായിരുന്നു. നമ്മളായിരുന്നു എന്ന് തോന്നുന്നു യു കെയിലെ ആദ്യത്തെ ഓണം സെലിബ്രേറ്റ് ചെയ്തത് ഈ വർഷത്തെ. അപ്പം ഈ പരിപാടി നടന്നത് വിക്കാം കമ്മ്യൂണിറ്റി സെൻറ്ററിലാണ്. നമ്മളിപ്പം മഹാബലിനെ ആനയിച്ച് നമ്മൾ സ്റ്റേജിൻ്റെ അകത്തേക്ക് കൊണ്ടുപോകുന്നതായിട്ടാണ് കാണിക്കുന്നത്. അപ്പം നമ്മുടെ അസോസിയേഷനിൽ തന്നെ മെമ്പേഴ്സാണ് ചെണ്ടമേളമൊക്കെ ചെയ്യുന്നത്. എല്ലാം നമ്മുടെ ഗ്രൂപ്പിലുള്ളവർ തന്നെയാണ്.
അങ്ങനെ കാവടിയും ചെണ്ടമേളവും എല്ലാം കഴിഞ്ഞ് നമ്മുടെ നമ്മുടെ ഓണക്കളി ആരംഭിച്ചു. അതായത് റൊട്ടിയടി മത്സരമാണ്. നമ്മുടെ UK നമുക്ക് റൊട്ടിയടിക്ക് പകരം ഡോനറ്റ് കടിയായിരുന്നു. പക്ഷേ ഇത് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. ഭയങ്കര പൊള്ളുന്ന ചൂടാണ്. ഇവിടുത്തെ ചൂട് 23, 24 എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ 45-50 ഡിഗ്രിയുടെ അത്രയും ഉള്ള ചൂടാണ്. അപ്പം നമ്മൾ മത്സരത്തിൽ ജയിക്കുകയോ തോക്കുമോ എന്നുള്ളതല്ല, ചുമ്മാ ഒരു കോമ്പറ്റീറ്റീവ് സ്പിരിറ്റിൽ ഞാനും പോയി ചേർന്നു. വേറൊരു പ്രശ്നം എന്നാന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ റൊട്ടി നമ്മുടെ കണ്ണാടിയിലേക്ക് ഇടിച്ച് അതെങ്ങാനും കണ്ണാടി പൊട്ടിപ്പോകുമെന്നുള്ള പേടി കൊണ്ട്, പിന്നെ വെയിൽ കൊണ്ടും, എന്താ പറയുക, പിന്നെ നമ്മുടെ ഒരു നാച്ചുറൽ നമ്മുടെ ഒരു ടെൻഡൻസിയിലേക്ക് നമ്മൾ കൈ നമ്മൾ അങ്ങോട്ട് പിടിച്ച് കടിക്കുക എന്നുള്ള ഒരു രീതിയുണ്ടല്ലോ. അതുകൊണ്ട് കൈ എപ്പോഴും നമുക്ക് മുന്നോട്ടിങ്ങനെ വന്നുകൊണ്ടിരിക്കുമായിരുന്നു. പക്ഷേ നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള 2 ആൾക്കാർ അത് കടിച്ചെടുത്തു. എനിക്ക് ആക്ച്വലി അത് ഡോണറ്റിൽ ഞാൻ തൊട്ടായിരുന്നു, മീൻസ് വാ കൊണ്ട് തൊട്ടായിരുന്നു. പക്ഷേ എനിക്കത് കടിച്ചെടുക്കാൻ പറ്റിയില്ല. കണ്ണാടീസ് ഒരു ഭയങ്കര പ്രോബ്ലമായിരുന്നു. എന്നാലും എന്താ പറയുക, നമ്മുടെ ഒരു ഓണക്കളിയിലൊക്കെ ഒന്ന് പങ്കെടുത്തു ഞാൻ. അതുകൊണ്ട് ഒരു സന്തോഷം. പിന്നെ നമുക്ക് അത് പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും കുട്ടികളുടെയും ഉള്ള റൊട്ടിയടി മത്സരമുണ്ടായിരുന്നു. ഇത് ഒരു വലിയ കാർ പാർക്കിലാണ് മത്സരം നടന്നത്. 18 വയസ്സിന് മേലെയുള്ള ആൾക്കാരൊക്കെ ആയിരുന്നു ഈ മത്സരം ഏർപ്പെടുത്തിയിരുന്നത്. കാരണം നമുക്കിവിടെ ഒത്തിരി ഹെൽത്ത് ആൻഡ് സേഫ്റ്റിയുടെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. നമ്മൾ ഈ ഇടത്തൊക്കെ ചാടുമ്പോൾ അപകടങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാനായിട്ട്. വിസില് കേട്ടിട്ട് വലിക്കാൻ തുടങ്ങാവുള്ളൂ. ബൈക്ക് പോകും രണ്ടൊരിക്കലും പറഞ്ഞു. റെഡിയാണോ? 2 ചാൻസസ് റെഡിയാണോ? കാണികൾ അല്പം പുറകോട്ട് മാറി നിൽക്കണം. ഈ സൈഡില് കുറച്ചുകൂടെ പുറകോട്ട് മാറണം. കുറച്ചുകൂടെ പുറകോട്ട് മാറണം. റെഡിയല്ലേ? ടേക്ക് ദ റോപ്പ്. പിടിക്കുന്നു. റൈറ്റ് ദ റോപ്പ്. അപ്പോൾ അവിടെ നമ്മുടെ വടംവലി മത്സരം തകൃതിയായിട്ട് നടക്കുമായിരുന്നു. ഞാൻ ഇച്ചിരി വെള്ളമൊക്കെ കുടിക്കാൻ ഓർത്ത് വന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ എൻട്രൻസിൽ വെച്ചിരിക്കുന്ന കാര്യം. ഇനി
അകത്തുള്ള പ്രോഗ്രാമിലേക്ക് നമ്മൾ തുടങ്ങുവാണ്. നമ്മുടെ കമ്മിറ്റി നമുക്ക് 3 എക്സ്ട്രാ പേരും കൂടി ഉണ്ട് നമ്മുടെ യുവജനങ്ങൾ. They are the youth, they are the bright future ahead. So I would kindly like to invite them, our youth representative for this year's committee. നല്ലൊരു കൈയടി, come on. അടുത്തതായി നമ്മുടെ തീയടിക്കാനായി I would like to invite our chairman Mr. Johnson and our vice chairman Mr. Joseph. Thank you for all your support, all your hard work that you guys have done so far. നമുക്കറിയാം, ഓണമാണ്. കമ്മിറ്റി മെമ്പേഴ്സ് വന്നു, നമ്മളെല്ലാവരും ഇവിടെ വന്ന് ഇരുന്നു. നമ്മളെല്ലാവരും ആകാംക്ഷയോടെ ഇനി കാത്തിരിക്കുന്നത് നമ്മുടെ എന്തുകൊണ്ടാണ് മഹാബലി തമ്പുരാൻ ഇത്ര നേരത്തെ ആഗതനായത് എന്ന്. എൻ്റെ പ്രജകളെ കാണാനുള്ള അതിയായ ആഗ്രഹം കൊണ്ടാണ് ഞാൻ ഇവിടെ അല്പം നേരത്തെ എത്തിയത്. സന്തോഷത്തോടും സമാധാനത്തോടും ആഹ്ലാദത്തോടും ജീവിക്കുന്ന എൻ്റെ പ്രജകളെ വീണ്ടും കാണാൻ കഴിഞ്ഞതിൽ ഞാൻ വളരെയധികം സന്തുഷ്ടനാണ്. പാതാളത്തിൻ്റെ ഇരുളിമയിൽ നിന്ന് ഈ ഒരു സുദിനത്തിനായിട്ടാണ് ഞാൻ 1 വർഷം കാത്തിരുന്നത്. ഭൂമിയിലെ ജീവിതം എത്രമാത്രം പ്രകാശാത്മകമാണ്, സുന്ദരമാണ്, ആനന്ദകരമാണ് എന്ന്. അപ്പം നമ്മുടെ ഒരു മെമ്പേഴ്സ് ഫാമിലി ഇവിടെ നിന്ന് മൂവ് ചെയ്യുകയാണ്. അപ്പം പോർട്സ്മൗത്തിൻ്റെ നമ്മുടെ ആസ്ഥാന ഗായകനായ സാബു മിഴി രണ്ടിലും എന്ന ഫിലിമിലെ ആലിലത്താലിയോ ആയി വരുമേ നല്ല മനോഹരമായ പാട്ടാണ് ആലപിക്കുന്നത്. പക്ഷേ കോപ്പിറൈറ്റ് കിട്ടും. അപ്പോൾ കോപ്പിറൈറ്റ് കിട്ടുന്നത് കൊണ്ട് ഒരു പ്രോഗ്രാമിൻ്റെ മ്യൂസിക് കാണിക്കാൻ നിർവാഹമില്ല. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് പോർഷൻസ് മാത്രമേ ഇവിടെ കാണിക്കുന്നുള്ളൂ. എന്തൊക്കെ പ്രോഗ്രാമാണ് നമ്മുടെ അസോസിയേഷനിലെ ഓണ പ്രോഗ്രാമിന് നടത്തിയത് എന്ന് കാണിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇത് നമ്മുടെ സൂപ്പർ ഡാൻസ് ചേച്ചിമാരാണ് തിരുവാതിര കളിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ വർഷം അസോസിയേഷനിലെ ഓണത്തിന് മെഗാ തിരുവാതിര ഉണ്ടായിരുന്നു. അപ്പം ഈ വർഷം അത് ഭയങ്കര വെയിലുമായിരുന്നു കേട്ടോ. ഈ വർഷം അതില്ലായിരുന്നു. പിന്നെ കുട്ടികളുടേതായ പല പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇതൊരു ഓണത്തിൻ്റെ ഒരു ഡാൻസ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഈ സ്ക്രീനിൽ നമ്മുടെ കേരളവും എന്താ പറയുക, ഈ സമുദ്രവും ആകാശവും ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര ഒരു വികാരമാണല്ലേ. അപ്പം ഇവർ ഈ കുട്ടികളുടെ ഡാൻസ് കളിക്കുന്നത് പാട്ട് എന്ന് പറഞ്ഞാൽ തിത്തിത്താരോ തിത്തിത്തേ തിത്തിത്താരോ തിത്തി ആ പാട്ടില്ലേ, ആ പാട്ടിൻ്റെ ആണ്. അപ്പോൾ അവസാനം ഒരു ഓണാശംസകളൊക്കെ കാണിക്കുന്നുണ്ട്.
ഇത് പ്രണയവർണ്ണങ്ങൾ എന്ന സിനിമയിലെ പാട്ടായിരുന്നു. ഒരു ഡാൻസ് കണ്ടിട്ടൊരു പ്രൊഫഷണൽ ഡാൻസറാണെന്ന് തോന്നുന്നു. കാരണം ഓരോ മുദ്രയും ഓരോ നാട്യവും ശരിക്കും നല്ലൊരു പ്രൊഫഷണൽ ഡാൻസറിൻ്റെ ആയിരുന്നു. ഒരു മേക്കപ്പോ വേറെ ഒരു ഇതുമില്ലാതെ എന്താണ് പരിപാടിക്ക് വന്നത് ആ ഡ്രസ്സിട്ട് തന്നെയാണ് ഡാൻസ് ചെയ്തതെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം ഈ പാട്ട് എന്താണെന്ന് നിങ്ങൾക്കറിയണ്ടേ? കളഭം തരാം ഭഗവാനിൻ മനസ്സും തരാം. ആ പാട്ടായിരുന്നു വളരെ നല്ല. ഇപ്പോൾ ആ പാട്ട് വെച്ചിട്ട് നിങ്ങളൊന്ന് ഈ ഡാൻസിൻ്റെ സ്റ്റെപ്പ് ഒന്ന് കണ്ടു നോക്കിയേ. നല്ല സൂപ്പറായിട്ടുണ്ടായിരുന്നു. കാശില്ലാതെ ഞാൻ കഷ്ടപ്പെടുന്നത് എനിക്കേ അറിയൂ. ഇതൊന്ന് നടന്നിട്ട് വേണം മേടിക്കാൻ. ഞാൻ കരുതി താനായിരിക്കും. അതിരിക്കട്ടെ, ഞാൻ മൂന്നാണ്. ബാക്കി രണ്ടാണ് ഇവിടെ. അതല്ല, ഞാൻ മത്തായി. മത്തായി പോയോ? രാവിലെ തന്നെ സ്മോൾ തുടങ്ങിക്കണം അല്ലേ? ഓ അല്ലല്ല, ഞാൻ ബ്രോക്കർ മത്തായി. ഞാൻ ഈ രൂപ കണ്ടിട്ടില്ലല്ലോ. അതെന്നെ ആദ്യമായിട്ട് കാണുന്നതുകൊണ്ട് തോന്നുന്നതാ. ഞാനത് ആലോചിച്ചില്ല. അവിടെ എന്താ വന്നത്? അങ്ങനെ കെട്ടുപ്രായം കഴിഞ്ഞു നിൽക്കുന്ന ഇവിടുത്തെ പെൺകുട്ടികൾക്ക് പറ്റിയ ഒരു പ്രൊപ്പല്ലറും കൊണ്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അതായത് ആലോചന, കല്യാണാലോചന. ഇതിലും ഒരുപാട് ആലോചനയോടെ വന്നതാണ്. പക്ഷെ എന്റെ പെണ്ണന്മാർക്കത് പിടിക്കണ്ടായോ? അത് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇനിയും കല്യാണം കഴിക്കാതെ നീരും പറ്റി വിധവകളായിട്ട് എത്ര നാളിങ്ങനെ അവർ ജീവിക്കും? ഏതെങ്കിലും ചെറുക്കന്മാര് വന്നാലേ ഇഷ്ടപ്പെടണ്ടേ? നിറമുണ്ടെങ്കിൽ കളറില്ല, കളറുണ്ടെങ്കിൽ ഹൈറ്റില്ല, ഹൈറ്റുണ്ടെങ്കിൽ കടുപ്പമില്ല. ഏത് ചെറുക്കന്മാർക്കൊക്കെ ഈ 3 ഗുണവും? ചേട്ടൻ പറഞ്ഞ ഈ 3 എണ്ണമുള്ള ചെറുക്കന്മാർ എന്റെ കയ്യിലുണ്ട്. അവന്മാരുടെ ഗുണങ്ങളെ പറ്റി കേൾക്കണം. ഒളിഞ്ഞു നോക്കണം മറപ്പുരയിൽ ഒളിഞ്ഞു നോക്കണം കൈപ്പല്ല കൈപ്പല്ല ബാറിൽ കേറി ഡെയിലി നോക്കണം കൈപ്പല്ല. പറഞ്ഞു കേട്ടിടത്തോളം 5 പൈസക്ക് കൊള്ളാവുന്ന ഒരു ആലോചന. ഞാൻ ഏതായാലും അവിടെ വിളിക്കാം. മത്തായി സംസാരിച്ചു നോക്ക്. ഓക്കെ. മോളെ ഗ്രേസക്കുട്ടി, എടീ ഗ്രേസക്കുട്ടിയെ, എവിടെ എന്തെടുക്കുക? പെണ്ണാലേ പെണ്ണാലേ കരളി കണ്ണാലേ കണ്ണാലേ കണ്ണി താമരപ്പൂവോളെ കണ്ണി താമരപ്പൂവോളെ വാവാ പെണ്ണാലേ പെണ്ണാലേ കരളി കണ്ണാലേ കണ്ണാലേ. നേരാണല്ലേ, എന്നെ വിളിച്ചോ? നീ എവിടെ പോയി കിടക്കുമായിരുന്നു? ഞാൻ അല്ലിമലക്കാവിൽ കുർബാന കാണാൻ പോയിരിക്കുമായിരുന്നു. ആട്ടെ, എന്തിനാ എന്നെ വിളിച്ചത്? പറയാ.
എത്ര ചെറുപ്പക്കാരുടെ കേറി ഇറങ്ങി മെഴുകിയതാ. അതൊന്നും കാര്യമാക്കണ്ട, പുറത്താരും അറിഞ്ഞിട്ടില്ല, ഞാനായിട്ട് പറയുകയും. എത്ര പേരുടെ പെണ്ണ് കണ്ടുപോയി എന്ന് പറഞ്ഞതാ. എന്നിട്ടെന്തായി? അവർക്ക് പിടിക്കുമ്പോ ഇവർക്ക് പിടിക്കട്ടെ, ഇവർക്ക് പിടിക്കുമ്പോ അവർക്ക് പിടിക്കട്ടെ, ഇവർക്ക് രണ്ടുപേർക്ക് പിടിക്കുമ്പോ എനിക്ക് പിടിക്കട്ടെ, എല്ലാവരെയും പിടിച്ചു വരുമ്പോ ഇവർക്കാർക്കും എന്നെ പിടിക്കട്ടെ. ഇങ്ങനെ അവര് പിടിച്ചു ഇവര് പിടിച്ചു എന്നൊക്കെ പറഞ്ഞു നടന്നിട്ട് എന്താ കാര്യം? എവിടെയെങ്കിലും ഒരു പിടി മുറുക്കണ്ടേ? കൊച്ചു ദേശിക്ക് എന്താ ഒരു കുഴപ്പം? ഹോ, ഇപ്പോഴും കണ്ടാൽ എന്താ ഒരു ചന്തം? ഒരു മധുര 17 അല്ലെങ്കിൽ ഒരു മധുര 18, ഏറിയാൽ ഒരു മധുര 19. ഹോ ദൈവമേ, ആ ചിരി കണ്ട അനുരാഗവതി ചൊടികളിൽ നിന്ന് ആലിപ്പഴം പൊഴിയും. ഞാനൊരു സത്യം പറഞ്ഞതാണേ. പണ്ടൊക്കെ കുരുത്തോല പെരുന്നാളിൽ പള്ളിയിൽ പോകുന്ന ത്രേസ്യാക്കുട്ടിയെ കാണുമ്പോ കേറി പോകുന്നതിന് മുമ്പ് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. എന്നെ എങ്ങനെയൊക്കെ പൊക്കി പറഞ്ഞാലും നേരാങ്ങളിൽ എത്രയൊക്കെ നിർബന്ധിച്ചാലും ഈ മൂന്നാം കൊണ്ടൊന്ന് ആലോചന എനിക്ക് വേണ്ട. എന്റെ മനസ്സിലുള്ള പുരുഷൻ എന്ന് പറഞ്ഞാൽ സുന്ദരനാണ്, സുമുഖനാണ്, നിത്യവസന്തമാണ്. ഞാൻ എപ്പോഴും നോക്കുന്നു. പണ്ട് എന്റെ ചെറുപ്രായത്തിൽ പാട്ടും പാടി എന്റെ പുറകെ നടന്നത്. പോലെ കുളിക്കാനിറങ്ങിയ പെണ്ണേ, നിന്റെ കൂടെ ഞാനും വന്നോട്ടെ. ആരെങ്കിലും വന്നാലോ കണ്ടു ചിരിച്ചാലോ, അത് കണ്ടു ചിരിച്ചാലോ. വെള്ളത്താമര മുട്ടുപോലെ വെണ്ണക്കൽ പ്രതിമ പോലെ കുളിക്കാനിറങ്ങിയ പെണ്ണേ, നിന്റെ കൂടെ ഞാനും വന്നോട്ടെ. എന്റെ കൊച്ചുപള്ളി ത്രിശൂർക്കുട്ടി മണ്ണിപ്പള്ളി. എന്താ ചേട്ടാ? ആരൊക്കെടുത്താലും ശരി, എന്തൊക്കെ സംഭവിച്ചാലും ശരി, നിന്റെ താലിയിൽ ഞാൻ കഴുത്ത് കെട്ടിയിരിക്കും. നിന്റെ കെട്ടി ഞാൻ കഴുത്ത് താലിയിരിക്കും. എങ്ങനെയെങ്കിലും നിന്റെ കഴുത്തിൽ ഞാൻ താലി കെട്ടിയിരിക്കും. ഇത് സത്യം സത്യം സത്യം. പക്ഷേ ചേട്ടാ, നമ്മുടെ വീട്ടുകാർ തമ്മിലുള്ള ഫാമിലിയാണല്ലോ പ്രശ്നം. എനിക്ക് പണമില്ല എന്നാണ് നിന്റെ ആങ്ങള പറയുന്നത്. പണമില്ലാത്തവൻ പിണമാണ്, പിണം. ഞാൻ പണം ഉണ്ടാക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞു. എങ്ങനെയാണ് ചേട്ടാ? ഞാൻ പരീക്ഷ ഫസ്റ്റ് ക്ലാസ്സിൽ പാസ്സായിരിക്കുകയാണ്. എന്റെ ക്വാളിഫിക്കേഷനുമായി ഞാൻ ബാമ്പയ്ക്ക് പോവുകയാണ്. അവിടെ എനിക്ക് ഒരു ജോലിയും കിട്ടിയില്ലെങ്കിൽ ഏതെങ്കിലും പഞ്ചനക്ഷത്ര ഹോട്ടലിൽ കുബേരകുമാരികളുമായി പട്ടുമത്തി ശരീരം പങ്കുവച്ചിട്ടാണെങ്കിലും ഞാൻ കാശുണ്ടാക്കി തിരിച്ചു വരും. എനിക്ക് വേണ്ടി കാത്തിരിക്കില്ലേ? പോയി മതി. എഴുതിരി വിളക്കിൽ എന്നെ വിളിച്ച് ഞാൻ കാത്തിരിക്കും. എല്ലാം നേടി വലിയ പണക്കാരനായിട്ട് തിരിച്ചു വരും. എന്നും നീ മാത്രമായിരിക്കും എന്റെ മനസ്സ്, നീ മാത്രം. ജയഭാരതിക്ക് സുഖമാണ്. എന്നതാണ് ആലോചിക്കുന്നത്? നിന്റെ കപ്പൽ മുങ്ങിയോ അതോ വെള്ളം മറിഞ്ഞോ? ഞാൻ എന്റെ പഴയ കാലത്തേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കിയതാ. ഇത്രയും വർഷം ഞാൻ കാത്തിരുന്നത് ആ നിത്യവസന്തത്തിനെയാണ്. അയാള് ബോംബെയിൽ പോയി വേറെ കല്യാണം കഴിച്ചിട്ടുണ്ടാവും. നമുക്ക് വേറെ ആലോചിക്കാം. അദ്ദേഹം ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. ഇല്ല, ചെയ്യില്ല. നീ കല്യാണത്തിന് സമ്മതിക്കുന്നുണ്ടോ ഇല്ലയോ? എന്താ?
അല്ല, സമ്മതിക്കുന്നുണ്ടോ ഇല്ലയോ? ഇല്ല ഇല്ല, ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല. വളരെ ദൈവങ്ങളാണ് സത്യം, 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 സത്യം. ഇത് ഞാൻ നടത്തിയിരിക്കും. ഇത് നടന്നില്ലെങ്കിൽ ഞാൻ പട്ടിണി കിടന്ന് മരിച്ചിരിക്കും. വേണ്ട, മറിയാമയെ കൊണ്ട് ഞാൻ എത്തിച്ചിരിക്കും. മറിയാമയെ ഞാൻ കണ്ടിട്ടില്ലല്ലോ. ഇല്ലേ? മറിയാമയെ ഞാൻ കണ്ടിട്ടില്ലേ? ഇല്ല. അയ്യോ, എന്റെ പെങ്ങളായതുകൊണ്ട് പറയാനല്ല, അവളെ ഒന്ന് കാണണം. പൈനാപ്പിൾ പോലൊരു പെണ്ണ്, പാൽപ്പായസം പോലൊരു പെണ്ണ്, പഞ്ചാരച്ചിരി കൊണ്ട് പഞ്ചായത്താകെ പലിശക്ക് വാങ്ങിയ പെണ്ണ്. പൈനാപ്പിൾ പോലൊരു പെണ്ണ്, പാൽപ്പായസം പോലൊരു പെണ്ണ്, പഞ്ചാരച്ചിരി കൊണ്ട് പഞ്ചായത്താകെ പലിശക്ക് വാങ്ങിയ പെണ്ണ്. പൈനാപ്പിൾ പോലൊരു പെണ്ണ്. പൈനാപ്പിൾ എന്ന് പറഞ്ഞ് കൊതിപ്പിച്ചിട്ട് വന്ന് നിൽക്കണാണ്ടില്ലേ ഒരു കൂഴച്ചക്ക. നല്ല പരുവത്തിൽ പൈനാപ്പിൾ പോലെ ഇരുന്നത്, മൂത്ത് പറഞ്ഞപ്പോ കൂഴച്ചക്ക പോലെ ഇരുന്ന് പഠിച്ച് കാക്ക ഒത്തുന്നതിന് മുമ്പ് കെട്ടിച്ചു വിടാൻ പറ്റിയ ചെറുക്കന്മാര് വല്ലതും തന്റെ കയ്യിലുണ്ടോ? ഈ ചക്കൊക്കെ വെച്ചൊരു ചെക്കനിന്റെ കസ്റ്റഡിയിൽ ഉണ്ടായിരുന്നു, ഇരുമ്പനം വാസു. പക്ഷെ അവരുടെ കല്യാണം കഴിഞ്ഞു, ഭാഗ്യത്തിന് ഡൈവോഴ്സായി. വേണമെങ്കിൽ നമുക്കൊന്ന് പോളിഷ് ചെയ്തെടുക്കാം. ചെക്കൻ സെക്കൻഡ് ഹാൻഡ് ആണെന്ന് കരുതി പേടിക്കണ്ട, അധികം ഓടിയിട്ടില്ല. എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ, പക്ഷേ എന്റെ മനസ്സിലുള്ള ചെക്കനെ ആരും ഓടിക്കാൻ നോക്കണ്ട. അദ്ദേഹം എന്നേ അവിടെ കുടിൽ കെട്ടി താമസിച്ചു കഴിഞ്ഞു. ബാലേട്ടാ, എന്റെ ബാലേട്ടാ. സവാരി ഗിരി 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 ഗിരി. എന്റെ മറിയാമേ, നീ കിടന്ന് മറി. ബാലേട്ടാ, ഇത്രയും നാൾ എവിടെയായിരുന്നു? ഞാൻ ഈ ഉള്ള കാലം മുഴുവൻ കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരിക്കുകയായിരുന്നു. ഇതാണ് നിന്റെ കുടുംബത്തോടെയുള്ള കുഴപ്പം. കണ്ണ് തെറ്റിയാൽ എണ്ണ എടുത്ത് കണ്ണിൽ ഒഴിക്കും. നിന്റെ അടുത്ത് ആര് പറഞ്ഞത് ആവശ്യമില്ലാത്തടത്ത് എണ്ണ എടുത്തൊഴിക്കാൻ? ചേട്ടാ, എണ്ണയും വെണ്ണയൊക്കെ വിട്ടു ചേട്ടാ. നമ്മുടെ കല്യാണം നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അറിഞ്ഞു, ഞാൻ അറിഞ്ഞു. നമ്മുടെ ഈ കല്യാണത്തിന് എതിര് നിൽക്കുന്നത് നിന്റെ ആ വൃത്തികെട്ട ആളുകളാണ്. അവനോട് പറഞ്ഞേക്ക്, വാഴയില വെട്ടി വിരിച്ച് കാത്തിരുന്നിട്ട് മതി എന്നോട് കളിക്കാനെന്ന്. വാഴയില ചെയ്യും അവന്റെ അമ്മയുടെ തറവാട്ടിലേക്ക്. അവന്റെ 3 അടി 4 ഇഞ്ചിൽ ഞാൻ സവാരി ഗിരി നടത്തും. പലതുള്ള എന്റെ കയ്യിൽ, പല സൈസിൽ പടക്കുന്നത്. ചേട്ടാ, എന്റെ ചേട്ടനാണ് ചേട്ടാ. ചേട്ടന്റെ ചേട്ടൻ ചേട്ടാ, അതാണ് ചേട്ടാ എന്റെ ചേട്ടൻ. നീ എടുത്ത കരഞ്ഞതാണോ, ചിരിച്ചതാണോ, അതോ പേടിപ്പിച്ചതാണോ? നോക്കിക്കോ, ഞാനിനി മിണ്ടില്ല. അപ്പോഴേക്കും പിണങ്ങിയോ മുണ്ടക്കൽ മറി. ഇങ്ങോട്ട് നോക്കൂ, ഇങ്ങോട്ട് നോക്കാൻ. നിന്റെ കവിളെന്താ ചുമന്നിരിക്കുന്നത്? നിന്റെ കവിളെന്താ? യെസ്, മുട്ടനാടിന്റെ ചങ്ങിലെ ചോര കുടിച്ചിട്ടാണ് ഞാൻ വന്നത്. ഇതാണല്ല ഫോൺ, ആട് ഫോൺ. ഇവൻ ആടായും മാടായും ഇനിയായും കുഴിയായും വേണമെങ്കിൽ തൂണ് പിളർന്ന് നരസിംഹമായും പുറത്തു വരും. ഹലോ മൈ ഡിയർ റോങ് നമ്പർ. അതെ, ഞാൻ തന്നെ. എനിക്കൊരു വാർത്തയുള്ളൂ. 4ാമത്തെ പെഗ്ഗിൽ 5ാമത്തെ ഐസ് ക്യൂബ് ഇടുമ്പോഴേക്കും 6ാമത്തെ പെഗ് അടിക്കാൻ ഞാൻ എത്തിയിരിക്കും. മറിയാമ്മ ധാരാവി എന്ന് കേട്ടിട്ടുണ്ടോ? ഇല്ല, നീരാവി എന്ന് കേട്ടിട്ടുണ്ടോ? അതുവേ ഇതവേ, ഇത് ധാരാവി. ധാരാവി ബാ. ഒറ്റ രാത്രി കൊണ്ട് കഴുകി വെളുപ്പിച്ചവനാണ് ഈ ഞാൻ. അതെന്തിനു
കൂടെയുള്ളവർ വാള് വെച്ച് വൃത്തികേടാക്കിയാൽ പിന്നെ കഴുകി വൃത്തിയാക്കാതെ പോകാൻ പറ്റുമോ? അല്ലെങ്കിൽ അവന്മാർ വെറുതെ വിടുമോ? അമ്മായിയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് 4 കുടം വെള്ളമെടുത്ത് അവരുടെ തലയിൽ ഒഴിച്ചു. ഈ ശബ്ദവും ഈ സിന്ദഗി കഴുകിയാലും കഥം നഹീ ഹോ ജാതി. എത്ര തേച്ചാലും കുളിച്ചാലും ചേട്ടന്റെ മനസ്സിൽ നിന്ന് കഥം നഹീ ഹോ ജായേ ഹൈ. ഓക്കേ, ഞാൻ പോയിട്ട് വരാം. അവന്മാരെ 4ാമത്തെ പെഗ്ഗിൽ 5ാമത്തെ ഐസ് ക്യൂബ് ഇടുന്നതിന് മുമ്പ് എനിക്ക് അവിടെ എത്തണം. അല്ലെങ്കിൽ മുഴുവൻ അവന്മാരെ അടിച്ചു തീർക്കും. ചേട്ടാ പലട്ടാ ചുമ്മാ അത് ശരി, നിന്റെ മനസ്സിലിപ്പോഴും അവരാണല്ലേ ആ ബാലയിൽ നടക്കാത്ത ബാലാം തമ്പുരാൻ. ആ കടലോടിയെ ഇനിയും നീ മറന്നില്ലെങ്കിൽ ഞാൻ സൈനിനെ അടിച്ച് തെങ്ങിന്റെ മണ്ടയ്ക്ക് കൈവിറ്റ വയൽപ്പാളത്തിൽ തലവെച്ച് ചാടാം. ശവം കടലിൽ പൊങ്ങി നടക്കും. അത് കാണണം. യാതൊന്നിന്റെ കാശാലി ഓർമ്മിക്കും. ഈ അവസരം നിനക്ക് അറിയില്ല. ഈ ഊതുവരങ്ങൾക്ക് കാവലെഴുതിയ മൂത്ത് തരിച്ചു. എനിക്കിതുവരെ ഒരു പെണ്ണ് കെട്ടാൻ കഴിഞ്ഞില്ല. ഞാൻ ഇപ്പോഴും പിടിച്ചു നിൽക്കുക. അവരെ നിർബന്ധിക്കണ്ട. ഇത്രയും വയസ്സായിട്ടും അവരുടെ മനസ്സിൽ നിന്നും അവന്മാര് പോയിട്ടില്ല. ഞാൻ ഇനിയും വരും, അവരെയും കൊണ്ടുവരും, വന്നിരിക്കും. സംഭവിച്ചിട്ടില്ല. നടന്ന കഥകളൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾ അന്ധകാരം നാഴിയിൽ തള്ളിയിട്ടിട്ട് നിങ്ങൾ എവിടെ പോയിരിക്കായിരുന്നു? ബോംബെയിലെ ഒരു പന്ന നക്ഷത്ര ഹോട്ടലിൽ പണമുണ്ടാക്കാനായി കഷ്ടപ്പെട്ട് ജീവിക്കുകയായിരുന്നു ഞാൻ. ഒരു നാൾ അവിടെ കള്ളക്കടത്ത് നടത്താനെത്തിയ ജോസ് പ്രകാശ് ഷീലിയാണെന്ന് തെറ്റിദ്ധരിച്ച് എന്നെ ക്രൂരമായി മർദ്ദിച്ചു. എന്നെ ഒരു മുതലക്കുളത്തിലേക്ക് വലിച്ചൊഴിച്ചു. ജീവിതം മുതല മാന്തിക്കൊണ്ടിരിക്കുമ്പോൾ എന്റെ മനസ്സിൽ നീ മാത്രമായിരുന്നു. ഇന്നും മുതല കടിച്ച് കീറാത്ത ഒന്ന് മാത്രമേ എന്റെ ശരീരത്തിൽ ബാക്കിയുള്ളൂ. എന്റെ ഹൃദയം ഈ മുതല കടിച്ച ശരീരത്തിൽ വർണ്ണമായും ചാർത്താൻ നീ ഒരുക്കമാണോ ത്രേസ്യക്കുട്ടി? മുതലമാന്തിയാലും പേപ്പട്ടി കടിച്ചാലും എനിക്ക് എന്റെ ചേട്ടൻ മാത്രം മതി. എന്റെ ത്രേസ്യക്കുട്ടി. അത്ര വലുതല്ലെങ്കിലും ഒരു നീണ്ട ഫ്ലാഷ് ബാക്ക്. ധാരാവിയിലേക്ക് പോയ ഞാൻ ചെന്നപ്പെട്ടത് ഒരു സിംഹത്തിന്റെ മടയിലായിരുന്നു. ഉസ്താദ് സ്മോൾ അലി ഖാൻ സാധനം വേണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ ദക്ഷിണ വയ്ക്കാൻ പറഞ്ഞു. മദ്യപാനത്തിന്റെ ആദ്യ പാഠങ്ങൾ എന്നെ പഠിപ്പിച്ച ഗുരുവിനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് വെച്ചുകൊടുത്തു. ദർബാരി രാഗത്തിൽ ഒരുപാട് എന്നെ തള്ളക്കി വിളിച്ച അവന്റെ വായിൽ ഉരുപ്പിടി മണ്ണ് വാരിയിട്ടുകൊണ്ട് ഞാൻ പടിയിറങ്ങി. പിന്നീട് അങ്ങോട്ടൊരു ഓട്ടമായിരുന്നു. ഷാപ്പുകളും ബാറുകളും തേടിയുള്ള ഓട്ടം. അതിനിടെ ഞാൻ അറിഞ്ഞു നീ കല്യാണം കഴിച്ച് ബീഹാറിൽ സുഖമായി കഴിയുന്നു.
അങ്ങനെയാണ് ഈ വൃത്തികെട്ടവൻ എന്നെ അറിയിച്ചത്. പല സൈസിലുള്ള ഐസ് ക്യൂബുകളും പലതരം ബ്രാൻഡുകളും തകർമാണ് ഈ ശരീരത്തിൽ. ഭരണമാല്യം ചാർത്താൻ നിനക്ക് മനസ്സുണ്ടോ മറിയാമേ? ഉണ്ട് ചേട്ടാ. ഒരിക്കലും അസ്തമിക്കാത്ത പ്രണയത്തിന്റെ തീച്ചൂളയിൽ ഇടയ്ക്കിടയ്ക്ക് എന്നെ വിളിച്ച് ഞാൻ കാത്തിരുന്നത് അങ്ങേക്ക് വേണ്ടി മാത്രമായിരുന്നു. അങ്ങേക്ക് വേണ്ടി മാത്രം. അതേ എന്നോട് ക്ഷമിക്കും. നിങ്ങളുടെ സ്നേഹം മനസ്സിലാക്കാൻ ഇവർത്തിയിട്ടവർ കഴിഞ്ഞില്ല. മൂന്നാനെ, എന്തോ ഈ സ്നേഹത്തിന്റെ മുന്നിൽ ഞാൻ എന്റെ തോൽവി സമ്മതിച്ചിരിക്കും. ഇനിയുള്ള നാളുകൾ സന്തോഷത്തിൻ്റെതാണ്. നമുക്കാടാം, പാടാം, ഓടാമേ. എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ സ്കിറ്റ്? അടിപൊളിയല്ലായിരുന്നോ? എല്ലാവരും നല്ല അടിപൊളിയായിട്ട് അഭിനയിച്ചു. ശരിക്കും അവർ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേന് അവരെങ്ങനെയാണോ ചിരി അടക്കാൻ അവർക്ക് കഴിഞ്ഞതെന്ന് എനിക്കറിയത്തില്ല. ഞങ്ങളൊക്കെ അവിടെ ഇരുന്ന് ചിരിച്ച് മറിയുമായിരുന്നു. അപ്പം ഈ പാട്ട് നമ്മുടെ എന്താ പറയുക, ഫോർ ദ പീപ്പിളിലെ എൻ്റെ ചിരിമുന കണ്ടൊരു നെഞ്ചിലൊരു ബല്ലേ ബല്ലേ ആ പാട്ടായിരുന്നു. പക്ഷെ അത് എന്താ പാരഡിയൊന്നും അല്ലാത്തത് കൊണ്ടും അപ്പോൾ എനിക്കത് കോപ്പിറൈറ്റ് കിട്ടുന്നതുകൊണ്ടാണ് ഞാനതിന് മ്യൂസിക് ഇടാത്തത്. പക്ഷെ പല ഏരിയയിലും മ്യൂസിക് ഉണ്ട്, അതിൻ്റെ അത് കുറച്ച് പാരഡി ഉണ്ട്. കോപ്പിറൈറ്റ് കിട്ടുമോ ഇല്ലയോ എന്നറിയില്ല. കോപ്പിറൈറ്റ് കിട്ടുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഞാനത് മ്യൂട്ട് ചെയ്യുമ്പോൾ അവിടെ കോപ്പിറൈറ്റ് ഉണ്ടെന്നാണ് കേട്ടോ. അപ്പം ഇത് വീഡിയോ കുറച്ച് ലെന്തിയാണ്, പക്ഷെ ഞാൻ വളരെ ഷോർട്ടായിട്ടാണ് ഇതിനകത്ത് കാണിച്ചിരിക്കുന്നത്. സ്കിറ്റ് മാത്രമേ ഈ ഫുൾ പാട്ട് കാണിച്ചിട്ടുള്ളൂ. കാരണം ഇത് ഒരു എന്താ പറയുക, അഭിനയിക്കുന്ന കണ്ടെങ്കിലല്ലേ മനസ്സിലാകത്തുള്ളൂ. ഡാൻസും ഒക്കെ ആണെങ്കിൽ എന്താണ് എന്ന് കാണിച്ചാൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ നമ്മുടെ പരിപാടിയൊക്കെ ഏകദേശം തീരാറായി കഴിഞ്ഞു. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഒരു മെഡലി സോങ്ങാണ്. ആലായൽ തറ വേണം, താഴത്തോരമ്പലം വേണം. നമ്മളൊരു റാഫിൾ ടിക്കറ്റ് എടുത്തായിരുന്നു. അപ്പം നമുക്കത് സെക്കൻഡ് പ്രൈസ് കിട്ടി. കാസർഗോഡാണ് എന്നാ അങ്ങനെ ഒരു പുതിയ കമ്പനിയാണ് മിൽട്ടൺ. കാസർഗോഡാണ്, ഒരു കാസർഗോഡാണ്, ചെറിയൊരു കാസർഗോഡ്, ഇൻസുലേറ്റഡ് കാസർഗോഡ്. ഇതിൻ്റെ വലിയ കാസർഗോഡ് നമ്മൾ മേടിച്ചത് നോക്കണം. കാസർഗോഡ് എത്ര ലിറ്ററിൻ്റേത്? 1 ലിറ്ററോ? 2.45. തുറക്കുന്നില്ല. അപ്പം നമുക്ക് ഗിഫ്റ്റ് കിട്ടിയത് ഒരു മിൽട്ടൻ്റെ കാസറോളാണ്. അപ്പം 2.5 ലിറ്റർ സംതിങ് ആണ്. അപ്പം നമുക്കിതിൻ്റെ ഒരു വലിയ നമ്മുടെ നാട്ടിൽ പോയപ്പോൾ നമ്മൾ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഭക്ഷണമൊക്കെ ചൂടാറാതെ ഉപയോഗിക്കുന്ന ഒരിതാണ്, പ്ലാസ്റ്റിക് അല്ല. അപ്പോൾ സ്റ്റീലായതുകൊണ്ട് നമുക്ക് അത്രയും ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ല എന്ന് നമുക്ക് വിശ്വസിക്കാം. അപ്പം എനിവേ നമ്മുടെ ഒരു റാഫിൾ ടിക്കറ്റിന് 1 പൗണ്ടായിരുന്നു. അപ്പോൾ ഒരു 5 പൗണ്ടിൻ്റെ റാഫിൾ ടിക്കറ്റ്, ദാറ്റ് മീൻസ് അറൗണ്ട് 500 റുപ്പീസ്. ഇതിന് എത്ര നാട്ടിൽ വരാം എന്ന് എനിക്കറിയത്തില്ല. 500 റുപ്പീസ് ആകുമായിരിക്കും അല്ലേ? ആയാലും ഇല്ലെങ്കിലും നമുക്ക് വെറുതെ റാഫിൾ ടിക്കറ്റ് ഒന്നും കിട്ടാതെ പോകുന്നതിലും ഭേദമല്ലേ എന്തെങ്കിലും ഒരു സാധനം കിട്ടിയതല്ലേ. അപ്പം എൻ്റെ മോൻ വളരെ എക്സൈറ്റഡ് ആയിരുന്നു. എൻ്റെ ഇത് റാഫിൾ ടിക്കറ്റൊക്കെ മേടിച്ചിട്ട് ഇപ്പം റാഫിൾ ടിക്കറ്റ് കിട്ടുമെന്നുള്ള രീതിയിലായിരുന്നു. അവൻ്റെ എക്സൈറ്റ്മെൻറ്റ് കൊണ്ട് കിട്ടിയതാണോ എന്നെനിക്കറിയത്തില്ല. അവനിങ്ങനെ ഭയങ്കര ആകാംക്ഷയായിട്ടിരിക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മുടെ ഓണപ്പരിപാടികളൊക്കെ കഴിഞ്ഞു. പിന്നെ ഇതായിരുന്നു നമ്മുടെ ഓണപ്പൂക്കളം. സോണിയാണ് ഇട്ടത്, നല്ല സൂപ്പറായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം കുറച്ച് സ്നാപ്സൊക്കെ ഞാനൊന്ന് ആഡ് ചെയ്യുകയാണ്. കാരണം ഒത്തിരി ഫോട്ടോയൊക്കെ ഇടാൻ പോയാൽ നമ്മുടെ വീഡിയോ ഓൾറെഡി തന്നെ നല്ല വലുതായിട്ടാണ് ഇരിക്കുന്നത്. അപ്പം നമ്മുടെ ഈ ഓണപ്പരിപാടി എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇത് നമ്മുടെ ഓണമാണ്, നമുക്കൊരു 4 ഓണമുണ്ട് ഈ വർഷം. അപ്പം ഇതെല്ലാം കൂടെ എനിക്കിപ്പോൾ ഒത്തിരി അതൊക്കെ കോപ്പിറൈറ്റ് കിട്ടുന്നതുകൊണ്ടാണ് നമുക്കിത് എന്താ പറയുക മൊത്തമായിട്ട് കാണിക്കാൻ പറ്റാത്തത്. അല്ലായിരുന്നെങ്കിൽ നിങ്ങളെ കാണിച്ചേ. അതുപോലെ നമ്മുടെ സദ്യ പറഞ്ഞ് അറിയിക്കാൻ പറ്റത്തില്ല, അത്രയും നല്ല സൂപ്പർ ടേസ്റ്റായിരുന്നു. ഒരു ഫുഡിന് ഒരു ഐറ്റംസ് പോലും നല്ലതല്ല എന്ന് പറയാനായിട്ടില്ലായിരുന്നു. എല്ലാ ഐറ്റമും എന്താ പറയുക ഐറ്റംസ് നല്ല സൂപ്പർ ടേസ്റ്റി ആയിരുന്നു. ഒരു കൂട്ടം പായസമേ ഞാൻ കഴിച്ചുള്ളൂ, ഒരു കൂട്ടം പായസമേ ഉള്ളായിരുന്നോ എന്ന് എനിക്കറിയില്ല. എനിവേ നല്ല പായസം ഒക്കെ ആയിരുന്നു. നമ്മൾ
വാഴയില ഒരു പ്രാവശ്യം ഓണത്തിന് വാഴയില തന്നെ എല്ലാവർക്കും കൊടുത്തായിരുന്നു. വാഴയില ഇല്ലെന്ന് ഒഴിച്ചാൽ നമുക്ക് ഫുഡെല്ലാം നല്ല വിലയായിരുന്നു. ഒരു ഇലയ്ക്ക് 13 പൗണ്ടായിരുന്നു. അത് റീസണബിൾ പ്രൈസായിട്ട് എനിക്ക് തോന്നി. കാരണം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഭയങ്കര വിലക്കയറ്റവും കാര്യങ്ങളൊക്കെ ആകുമ്പം ഇത്രയും ഐറ്റംസ് എല്ലാം കൂടെ 13 പൗണ്ടിന് തരിക എന്നുള്ളത് റീസണബിളാണ്. പിന്നെ നമ്മുടെ ഹോളിൻ്റെയൊക്കെ പൈസ നമ്മുടെ അസോസിയേഷൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ ആയിട്ട് അവർ പൈസ എടുക്കും. നമ്മുടെ കാവടിയുടെ സാധനങ്ങളെല്ലാം ഇവിടെ റെഡിയാക്കി വെച്ചിരുന്നതാണ്. രാവിലെ ഇതിൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്ത് നമ്മുടെ അനിൽ ചേട്ടനാണ്. ചേട്ടൻ ഭയങ്കര ഒരു ആർട്ടിസ്റ്റ് ആണ് കേട്ടോ. പുള്ളിക്കാരനാണ് നമ്മുടെ എല്ലാ കാര്യങ്ങളും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പം എന്താ പറയുക, ഇത് ഞാൻ പറഞ്ഞു നമ്മുടെ മാപ്പിൻ്റെ മെമ്പറായ സോണിയാണ് ചെയ്തത്. അപ്പം നമ്മൾ എന്താ പറയുക, രാവിലെ ഇറങ്ങി ചെന്നപ്പോൾ കാർ പാർക്കിൽ നിന്നിട്ട് ഒരു ഫോട്ടോയൊക്കെ എടുത്താണ്. ആ ഫോട്ടോയൊക്കെ എടുത്തതേ ഉള്ളൂ. കാരണം എന്താണെന്ന് പറഞ്ഞാൽ തിരിച്ചിറങ്ങി വന്നപ്പോഴത്തേനും എനിക്ക് ഭയങ്കര തലവേദനയും അസുഖങ്ങളൊക്കെ. അപ്പം നിങ്ങൾ ഈ വീഡിയോ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.